ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പെൻഷൻകാരെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ച ജനദ്രോഹ ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരണകാലത്ത് ₹1 പോലും കുടിശ്ശിക വരുത്താതെ സമയബന്ധിതമായി ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച സർക്കാരിനെതിരെ നിരന്തരം സമര കാഹളമുയർത്തിയവർ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും ഇത്തരത്തിലുള്ളവരെ പെൻഷൻ പറ്റിയവർ തിരിച്ചറിയണമെന്നും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി ഇടതുപക്ഷ പെൻഷൻ സംഘടനയോട് ചേർന്ന് നിൽക്കരുതെന്നും മുൻ MLA ചന്ദ്രമോഹൻ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി പ്രസ് ക്ലബിനടുത്ത് നിന്ന് പ്രകടനമായി എത്തിച്ചേർന്ന സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി ബജറ്റ് കോപ്പി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധ ദിനം ആചരിച്ചത്. അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് AN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. KSSPA ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, സെക്രട്ടറി AN ദിലീപ് കുമാർ, PA ജനാർദ്ദനൻ, KA ഫ്രാൻസിസ്, കൊച്ചുത്രേസ്യ മുരിങ്ങാത്തേരി, നദീറ, CN വിജയകുമാർ, KV സുബ്രഹ്മണ്യൻ, V ശശികുമാർ, CL വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ എല്ലാ മേഖലയിലും ഒരുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഒരളവ് വന്നിട്ടില്ല. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി തൃശ്ശൂർ ജില്ലയിൽ 3 സ്ഥലത്ത് വന്നത് ഹെലികോപ്റ്ററിലാണ്. അതിന് വലിയ വ്യത്യാസം പറ്റി. നാടിൻ്റെ അന്തസ്സ് പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഈ ബഡ്ജറ്റിൽ ബാലഗോപാലും പിടിച്ചു നിൽക്കുന്നത് പെൻഷൻകാർക്ക് ചില സൗകര്യങ്ങൾ അനുവദിച്ചില്ല. കേന്ദ്രത്തിലെ മന്ത്രി ഇൻകം ടാക്സ് പ്രശ്നത്തിലാണ് പിടിച്ചേക്കുന്നത്. ഇൻകം ടാക്സിൻ്റെ പരിധി നിശ്ചയിച്ചതോടുകൂടി ജനങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് അങ്ങനെയാണ് ഡൽഹിയിൽ ജയിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും പെൻഷൻകാരുടെ കാര്യത്തിൽ NGOമാരുടെ കാര്യത്തിൽ മാത്രമേ ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചുള്ളൂ. കാരണം ബാക്കി ഒന്നിനുള്ള സാമ്പത്തിക സൗകര്യമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു സ്ഥിതി വരും. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.